ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇല്ലാത്ത ഒരാളെ ഒരു പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോ രണ്ട് ബിരുദമോ മറ്റ് അക്കാഡമിക് ബഹുമതിയോ നൽകുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ നിലവാരത്തേക്കാൾ അതിനേക്കാൾ താഴ്ന്ന അക്കാഡമിക് റെക്കോർഡുള്ളതോ ആയ ഏതെങ്കിലും വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ പ്രവേശന പട്ടികയിൽ നിലനിർത്തുന്നതിനോ ഒന്നാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കില്ല. മനസ്സിലായേ? ഒരു ക്വാളിറ്റി ഇല്ലാത്തവന് അഡ്മിഷൻ കൊടുക്കാം, അവൻ്റെ അഡ്മിഷൻ നിലനിർത്താം. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടത്? നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. 12(1) അഡ്മിഷൻ പറഞ്ഞിട്ട് അതിൽ കുറച്ച് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒന്ന് ബാധകമല്ലെന്ന് ആർക്കൊക്കെയാണ്? നിർണയിക്കപ്പെട്ട അക്കാഡമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. രണ്ട് ബിരുദമോ മറ്റ് അക്കാഡമിക് ബഹുമതിയോ നൽകുന്നതിന് ബിരുദം കൊടുക്കണമെങ്കിൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിലവാരം ഉണ്ടാവില്ല. അതിനേക്കാൾ താഴ്ന്ന അക്കാഡമിക് റെക്കോർഡുള്ളതോ ആയ ഏതെങ്കിലും വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ പ്രവേശന പട്ടികയിൽ നിലനിർത്തുന്നതിനോ ഒന്നാം ഉപവകുപ്പ് ബാധകമല്ല, നിർത്താണ്. ഇങ്ങനെ ഏതെങ്കിലും ബില്ല് ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ നിരവധി തെറ്റുകൾ, അവ്യക്തതകളുടെ കൂടാരമാണ് ഈ ബില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാണ്. ഇനി സ്വകാര്യ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുമ്പോൾ പൊതു സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്ന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് മാറ്റുന്ന ബില്ലാണ് 2ഉം 3ഉം ബില്ല്, സർവകലാശാല ബില്ലുകൾ. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ വി സിമാരാകുമെന്നുള്ള സാധ്യത മുന്നിൽ കണ്ട് വി സിമാരുടെ അധികാരങ്ങൾ, വൈസ് ചാൻസലർമാരുടെ അധികാരങ്ങൾ മുഴുവൻ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 1. 2, മന്ത്രിക്ക് സർവകലാശാലകൾ പ്രോ ചാൻസലർക്ക് ഇടപെടാനുള്ള അവസരം കൂടി ലഭിക്കുകയാണ്. അപ്പോൾ ഗവർണറെയും നിയമിക്കുന്ന വി സിമാരെയും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. മന്ത്രിക്ക് അധികാരം കൊടുക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണ് എന്ന ഒരു കൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുകയാണ്. പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഉണ്ടാവും. മന്ത്രിക്ക് സെനറ്റ് മീറ്റിങ്ങുകളിലും സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുകളിൽ അധ്യക്ഷത വഹിക്കാം. ഇതുവരെ വി സിയാണ് അധ്യക്ഷത വഹിച്ചത്, വി സി അങ്ങ് മാറ്റുകയാണ്. അക്കാഡമിക് കാര്യങ്ങളിൽ തീരുമാനം കൊള്ളുന്നത് പുതിയതായി രൂപീകരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതിൻ്റെ അധ്യക്ഷൻ PVC ആണ്. അതായത് അക്കാഡമിക് കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വി സിയെ, വൈസ് ചാൻസലറെ ഒഴിവാക്കിയാണ്. പിന്നെ എല്ലാ സിൻഡിക്കേറ്റ് സമിതികൾ, അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ എല്ലാം ട്രൈബ്യൂണലിൽ വിടുകയാണ്. ട്രൈബ്യൂണൽ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കുന്ന ട്രൈബ്യൂണലാണ്. അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനെ നിശ്ചയിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിന്ന് മാറ്റി സിൻഡിക്കേറ്റിന് അധികാരം കേന്ദ്രം കൊടുത്തു. സിൻഡിക്കേറ്റിന്, അതായത് സിലബസ് തയ്യാറാക്കുന്നതിൻ്റെയും പരീക്ഷ നിശ്ചയിക്കുന്നതിൻ്റെയും ചുമതല അറിയാല്ല ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അക്കാഡമിക് കാര്യത്തിൽ ഒരു സംഭവമില്ല. മന്ത്രിക്ക് സർവകലാശാല മീതെ അധികാരം ലഭിക്കുന്നതോടുകൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർവകലാശാല തീരുമാനങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള അധികാരം ലഭിക്കുകയാണ്. സർവകലാശാലയുടെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റുകയാണ്. വൈസ് ചാൻസലർമാരുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി ദുർബലപ്പെടുത്തി പൊതു സർവകലാശാലകളെ മുഴുവൻ തകർക്കുകയും അതിൻ്റെ ഓട്ടോണമസ് സ്വഭാവം നശിപ്പിക്കുകയും ചെയ്യുന്ന ബില്ലാണ് 2ാമത്തെയും 3ാമത്തെയും ബില്ല്. ഈ ബില്ലിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ അധികാരം ഗൗരവതരമായി വെട്ടിക്കുറയ്ക്കുകയും സ്വകാര്യ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ കരുത്തനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പിന്തിരിപ്പൻ നയമാണ്, വിദ്യാഭ്യാസ നയമാണ് ഈ 3 ബില്ലുകളിലൂടെയും സർക്കാർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്കും അയക്കണം, മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കംപ്ലീറ്റ് അക്കാഡമിക് കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും മുഴുവൻ വി സിയെ മാറ്റിയാണ്. വി സി ഒരു നോക്കുകുത്തിയാണ്. വി സിയെക്കാളും കൂടുതൽ അധികാരം വി സി ഇല്ലാത്തപ്പോൾ പ്രവർത്തിക്കുന്ന PVCക്ക് കൊടുക്കുകയാണ്. പ്രോ ചാൻസലറായ മന്ത്രിക്ക്, ചാൻസലർ ഇല്ലാത്തപ്പോഴാണ് പ്രോ ചാൻസലറുടെ റോള്, അതാണ് യൂണിവേഴ്സിറ്റി ആക്ടിൽ. അത് മാറ്റിയിട്ട് പ്രോ ചാൻസലർക്ക്, മന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അധികാരം കൊടുക്കുക.
അതാണ് പറഞ്ഞത്. നമ്മളെ വർഷങ്ങളായി നിലനിന്നിരുന്ന സർവകലാശാലകളുടെ ഓട്ടോണമസ് സ്വഭാവത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ബില്ലാണിത്. അല്ല, ഞങ്ങൾ ആദ്യമേ തൊട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ബില്ലല്ല ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയത്. ഇതിപ്പോൾ എന്താണ് നിയന്ത്രണം? സർക്കാരിന് എന്ത് നിയന്ത്രണമാണുള്ളത്? ഫീസ് അവർക്ക് നിശ്ചയിക്കാം, തോന്നിയതുപോലെ ഫീസ് വാങ്ങിക്കാം, എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം, ആരെ വേണമെങ്കിലും വൈസ് ചാൻസലറായിട്ട് നിയമിക്കാം. വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ വൈസ് ചാൻസലറാക്കാം. അക്കാഡമിക് യോഗ്യതയില്ല, അയാൾ SLC പാസ്സായിട്ടില്ലെങ്കിലും വൈസ് ചാൻസലറാക്കാം. ആണ് ഇത്. ബില്ല് വായിച്ചു നോക്ക്. പിന്നെ ഒരു യോഗ്യതയില്ലാത്തവനെയും വിദ്യാർത്ഥിയാക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വിദ്യാർത്ഥികളായിരിക്കും കേരളത്തിൽ പല പരീക്ഷയും പാസ്സാ. ഇപ്പം നേരത്തെ പലരും PGക്ക് ചേർന്നിരുന്നത് പരീക്ഷ മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയും വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഡിഗ്രി പാസ്സായില്ലെങ്കിലും PGക്ക് ചേരാമല്ലോ. അല്ല, ഈ ബില്ല് ഒരു കാരണവശാലും ഇപ്പോൾ പാസ്സാക്കാൻ പാടില്ല. ഇത് സെലക്ട് കമ്മിറ്റിക്ക് അയച്ച് ഇത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി ഈ ഏച്ചുകെട്ടിയ ഈ ബില്ല് കുറേ കൂടി നവീകരിച്ച് കുറേ കൂടി കേരളത്തിന് അനുസരണമായ രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ഇതെല്ലാം നോക്കണം, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇത് വന്നു കഴിയുമ്പോൾ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവും, സർവകലാശാലകൾ ഉൾപ്പെടെ പൂട്ടിപ്പോവും. ഈ രീതിയിലാണ് ഈ നിയമം വരുന്നതെങ്കിൽ. ക്യാമ്പസില്ലെങ്കിൽ പിന്നെ എന്ത് സർവകലാശാല? ക്യാമ്പസിൽ കുട്ടികളില്ലെങ്കിൽ എന്ത് സർവകലാശാല? ഇപ്പം തന്നെ കുട്ടികളില്ല അല്ലേ? എത്ര എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി കേരളത്തിൽ? നിരവധി കൂട്ടുവാണ്. എയ്ഡഡും അൺഎയ്ഡഡ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് കോഴ്സുകൾ റദ്ദാക്കി. എനിക്കറിയാവുന്ന മധ്യ തിരുവിതാംകൂറിലൊരു കോളേജിൽ 4 ഇംഗ്ലീഷ് പ്രൊഫസർമാർ റിട്ടയർ ചെയ്തു. 4 ഇംഗ്ലീഷ് പ്രൊഫസർമാർ. പക്ഷെ വേക്കൻസി ഇല്ല. എന്താ കാര്യം? സ്റ്റുഡൻസ് ഇല്ല. ഇല്ലെങ്കിൽ 4 പേര് റിട്ടയർ ചെയ്യുമ്പോൾ 4 പുതിയ അധ്യാപകർക്ക് നിയമനം കിട്ടേണ്ടതാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. പ്രശസ്തമായ ക്യാമ്പസുകളിൽ പോലും പ്രശസ്തമായ കോഴ്സുകൾ, ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളിൽ പോലും കുട്ടികളില്ല. പല PG കോഴ്സുകളും കട്ട് ചെയ്യാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഈ സ്വകാര്യ സർവകലാശാലകൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊരു പഠനം നടത്തണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധൃതി പിടിച്ച് പാസ്സാക്കാതെ ഒന്നുകൂടി നോക്കി ചെയ്യാം. അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? വൈസ് ചാൻസലർ തന്നെയല്ലേ? ആ വൈസ് ചാൻസലറെ മാറ്റിയിട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറായ ഉള്ള സ്ഥിതി എന്തായിരിക്കും കേരളത്തിൽ? ഏത് ഗവൺമെൻറ് വന്നാലും അങ്ങനെ പാടില്ലല്ലോ. അതോടുകൂടി സർവകലാശാല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഈ പരിപാടി? അല്ല, അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബില്ലല്ലോ പാസ്സാക്കേണ്ടത്. സ്വകാര്യ സർവകലാശാല എന്ന് പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ ഞങ്ങൾ എതിരല്ല. പക്ഷെ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നാൽ വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് ഞങ്ങൾക്ക് ഭയമാണ്. അതിന് ഞങ്ങൾ എതിരാണ്, ഒരു സംശയം വേണ്ട. ഇങ്ങനെ വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥ ഒന്നും കൂടി പഠിക്കണ്ടേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഈ അവസ്ഥ പഠിക്കണ്ടേ? ഇവർ പറയുന്നത് ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഈ സർവകലാശാലയെ പഠിക്കുമെന്നാണ്. പക്ഷെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമാണോ പോകുന്നത്?